ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ അക്കൗണ്ടിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഓണപ്പരിപാടി കഴിഞ്ഞ് ബസ്സിൽ വന്ന സമയത്ത് ഒരാൾ എന്നെ മോശമായി നോക്കുകയും, ഒരു പ്രായമുള്ള ഒരാൾ മോശമായി നോക്കുകയും, ഞാൻ അത് വീഡിയോ എടുത്ത് പങ്കുവെക്കുകയും ചെയ്തു. അത് ഇത്രയും റീച്ച് ആവുമെന്ന്, സോഷ്യൽ മീഡിയ ഇത്രയും പ്രശ്നമാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ 80% ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തു. ബാക്കി 20% അയാളെ സപ്പോർട്ട് ചെയ്ത നാറുകളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഫേസ്ബുക്ക് അമ്മമാരെ കുറച്ച് വിവരമില്ലാത്ത ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഒന്നാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞ ഞാൻ അവിടെ പ്രതികരിച്ചില്ല എന്നാണ്. ഞാൻ പ്രതികരിക്കുകയും ചെയ്തു, അയാൾ ഇറങ്ങി പോവുകയും ചെയ്തു, ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്റെ ഡ്രസ്സിങ്, ഞാൻ സെറ്റ് കൊണ്ടാണ് ധരിച്ചിരുന്നത്. ഞാൻ ഡാൻസും പരിപാടിയും കഴിഞ്ഞാണ് ബസ്സിൽ കയറിയത്, ഓണപ്പരിപാടി കഴിഞ്ഞ്. എന്റെ പ്ലീറ്റ് ഇച്ചിരി കുറഞ്ഞിരുന്നെന്നുള്ളൂ. പക്ഷേ ഞാൻ സാരി കയറ്റാൻ കൊടുക്കുന്നത്, എന്റെ ബ്ലൗസ് ഇതുവരെയാണ് സ്റ്റിച്ച് ചെയ്തിരുന്നത്, ഇതുവരെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഒന്നും കാണുന്നില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്, നല്ല പോലെ എനിക്കുണ്ട്. അയാൾ കാണാൻ വേണ്ടിയാണ് എത്തി നോക്കിയത്. മൂന്നാമത്തെ കാര്യം, എന്റെ പ്രൊഫൈലിൽ കിടക്കുന്ന വീഡിയോ പറ്റി നിങ്ങൾ പറഞ്ഞു, ഇവിടെ എക്സ്പോസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ. എനിക്ക് ചോദിക്കാനുള്ള ഇത്ര മാത്രം, അയാൾക്കറിയോ എന്റെ അടുത്തിരിക്കുന്ന അയാൾ ഇങ്ങനെ വിചാരിച്ചു, ഇത് ഏഞ്ചൽ ബേബിയാണ്, ഇവൾ ഇങ്ങനത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇവള് മോഡലാണ്, ഇവൾ ആങ്കറാണ്, അപ്പൊ കുറച്ച് നോക്കിയേക്കാം. അങ്ങനെയാണോ? അയാൾക്ക് എന്നെ ഒരു ചുക്കും അറിയത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. നല്ല എന്റെ അച്ഛന്റെ പ്രായമുണ്ട് അയാൾക്ക്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ, കേരളം നന്നാവത്തില്ലടോ. എനിക്ക് പറയാനുള്ളത്, പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ പീഡിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഈ ഇടയ്ക്കും. ഡ്രസ്സിങ് ആണോ കഴപ്പ്? പിഞ്ചു കുഞ്ഞുങ്ങളെ മാത്രം. ഈ റേപ്പ് കേസ് എടുത്ത് നോക്കിയാൽ എല്ലാ പെണ്ണുങ്ങളും നാട്ടും പുറത്തെ സാധാരണ പെൺകുട്ടികൾ, ചുരിദാറും ഷോളും ധരിച്ച പെൺകുട്ടികളാണ് പീഡിപ്പിക്കുന്നത്. അപ്പൊ അവിടെ ഡ്രസ്സിങ് അല്ല. എനിക്ക് പറയാനുള്ള കേരളം നന്നാവത്തില്ല. നിങ്ങൾ വളർത്തിക്കോ. നാളെ നിന്റെയൊക്കെ മക്കളെ പീഡിപ്പിക്കാൻ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കണം, അയ്യോ എന്റെ മോളെ കയറി പിടിച്ചു, എന്റെ മോളെ പീഡിപ്പിച്ചു, ഇവനൊക്കെ ജയിലിലിടണം, അല്ല ഇവനെ തൂക്കിക്കൊല്ലണം. നമ്മളെ നിയമം തൂക്കിക്കൊല്ലുന്ന നിയമമൊന്നും ഇല്ല. ജയിലിട്ട് അങ്ങ് വളർത്തും ഇവനെയൊക്കെ. ആ ഇത് പേടിയില്ലാത്തതുകൊണ്ടാണ് ഇവന്മാർ ഇങ്ങനെ കാണിക്കുന്നത്. എത്ര പെൺകുട്ടികൾ എന്റെ DM മെസ്സേജ് എന്ന് പറയും, ചേച്ചി നമുക്ക് ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു പെൺകൊച്ച് എനിക്ക് അവളെ നോക്കി ഒരാളെ മാസ്റ്റർബേറ്റ് ചെയ്യുന്നു, ആ കൊച്ച് തട്ടമൊക്കെ ഇട്ട് മാന്യമായ വസ്ത്രമാണ് ധരിച്ചത്. അപ്പൊ വസ്ത്രത്തിന്റെ അല്ല, പല പെൺകുട്ടികളും ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇത് പുറത്തോട്ട് പറയാനുള്ള പേടി, പുറത്തോട്ട് വീഡിയോ ഇടാനുള്ള പേടി, പ്രതികരിക്കാനുള്ള പേടി. അതുകൊണ്ടാണ് പ്രതികരിക്കുക. എനിക്ക് എന്റെ അക്കൗണ്ടിൽ ഒത്തിരി വീഡിയോസ് അവർ അയച്ചിട്ടുണ്ട്, ഒത്തിരി പെൺകുട്ടികൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കൂടെ നടക്കുന്ന ഒരു പെണ്ണോട് നിങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ ഇല്ലെന്ന്. ഏതൊരു പെണ്ണും പറയും, ഏതൊരു പെണ്ണൊരു കഥ കാണും ഇതുപോലെ ഒരെണ്ണം പറയാനായിട്ട്. നിങ്ങളെപ്പോലത്തെ റിച്ച് ആൾക്കാരുണ്ട് ഈ കാറിലും ഫ്ലൈറ്റിലൊക്കെ. നമ്മൾ സാധാരണപ്പെട്ട മനുഷ്യരാണ്. സാധാരണപ്പെട്ട ആൾക്കാർ ബസ്സിലായിരിക്കും പോകുന്നത്, ബസ്സിൽ തട്ടയും മുട്ടലും ഒക്കെ വരും. എന്നിട്ടും അങ്ങ് സപ്പോർട്ട് ചെയ്യുക. ഡ്രസ്സിങ് ഈ റേപ്പ് കേസ് ഒക്കെ വരുന്നത് തുണി അഴിച്ചിട്ടാണല്ലോ റേപ്പ് കേസ് വരുന്നത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ? നീയൊക്കെ അവനൊക്കെ കണക്കാ, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അവനൊക്കെ കണക്ക്, അല്ലെങ്കിൽ നിന്റെ അച്ഛനായിരിക്കും അവനൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. കുറച്ചുകൂടി അങ്ങ് സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് പറ, അവളെ പീഡന കേസിലും പറ, കൈയിട്ടിങ്ങനെ നന്നായി. ആ പെൺകൊച്ചിനെ പീഡിപ്പിച്ച് നന്നായി. അവളെ തുണിയില്ലാത്തോണ്ടാവും പീഡിപ്പിച്ചെന്നങ്ങ് പറയും. നാളെ നിന്റെ വീട്ടിലും വരും അമ്മയും പെങ്ങളെയും തൊടാനും പിടിക്കാനും. അപ്പോഴും നീ ഇതൊക്കെ പറയണം. എനിക്ക് വന്ന അനുഭവം ഞാൻ പങ്കുവെച്ചു. അത് റീൽസോ കണ്ടന്റോ അങ്ങനത്തെ കാര്യത്തിലല്ല. ഇവന്റെ ഫേസ് നാട്ടുകാർ മൊത്തം കാണുന്ന രീതിയിലാണ് ഞാൻ അത് പോസ്റ്റ് ചെയ്തത്. എന്റെ 9ാം ക്ലാസ്സിൽ എനിക്ക് ഇതുപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് എന്റെ അമ്മ പറയുക എന്തിനാ പ്രതികരിച്ചത്. അന്ന് എന്റെ ബസ്സിൽ വെച്ച് ബാറ്റ് ചെയ്തപ്പോൾ ഞാൻ പ്രതികരിച്ചു. അന്ന് എന്റെ അമ്മ പറയുക എന്തിനു പ്രതികരിച്ചു എന്ന്. അന്നൊട്ടുണ്ട്. അത് ഡ്രസ്സിംഗ് ആണോ, യൂണിഫോം ആണത്. News Pick 7 around you.